ഹായ് ഗൈസ്, ഇത്തവണത്തെ ഓണം പൊളിക്കാൻ ഞങ്ങളൊരു ടൂറാണ് പ്ലാൻ ചെയ്തത്. ഞാനും സിസ്റ്ററും ഞങ്ങളുടെ ഫാമിലിയൊക്കെയായി സദ്യയൊക്കെ ആയിട്ട് തിരുവോണത്തിൻ്റെ അന്നാണ് യാത്ര തിരിച്ചത്. ഇടുക്കി കോട്ടയം അതിർത്തി പങ്കിടുന്ന മനോഹരമായ ടൂറിസ്റ്റ് പ്ലേസായ വാഗമണിലേക്കാണ് ഞങ്ങളുടെ യാത്ര. പോകുന്ന വഴിക്ക് തന്നെയാണ് പാഞ്ചാലിമേടിൽ കയറി അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര പോയത്. പച്ചപ്പ് നിറഞ്ഞ മലഞ്ചെരുവിലൂടെ മനോഹരമായ ഒരു യാത്ര. പാഞ്ചാലിമേടിൽ കയറുന്നതിന് ഒരാൾക്ക് 25 രൂപയാണ് ഫീസ്. കുഞ്ഞുങ്ങൾക്ക് ഫീസൊന്നും തന്നെ വരുന്നില്ല. പൊതുവെ മഞ്ഞോട് കൂടിയൊരു തണുത്ത കാലാവസ്ഥയാണ് ഇവിടെ. പഞ്ചപാണ്ഡവർ അവരുടെ അജ്ഞാതവാസകാലത്ത് പാഞ്ചാലിയുമായി ഇവിടെ വന്ന് താമസിച്ചിട്ടുള്ളതിനാലാണ് ഇവിടെ പാഞ്ചാലിമേട് എന്ന പേര് വന്നത്. നടന്നു ക്ഷീണിക്കുമ്പോൾ വിശ്രമിക്കാനായി കൽമണ്ഡപങ്ങളും കുന്നിൻ്റെ മുകളിൽ കയറുമ്പോൾ കസേരകളും ഒരുക്കിയിട്ടുണ്ട്. കൽമണ്ഡപത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ച അതിമനോഹരമാണ്. പച്ച പുതച്ച് മഞ്ഞ് മൂടിക്കിടക്കുന്ന മലനിരകളാണ് അധികവും. കാണാനും ക്യാമറയിൽ പകർത്താനും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് അവയൊക്കെയും. തണുത്ത കാലാവസ്ഥയായതിനാൽ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ക്ഷീണമില്ലാതെ തന്നെ ഈ മലമുകളൊക്കെ നടന്നു കയറാവുന്നതേ ഉള്ളൂ. അവിടെ നിന്നും യാത്ര തിരിച്ച് പോകുന്ന വഴിയിൽ തന്നെയാണ് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം. ഇതുവഴി പോകുന്ന എല്ലാ ടൂറിസ്റ്റുകളും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി കൂടി ആസ്വദിച്ചിട്ടാണ് പോകാറുള്ളത്. റോഡിൽ കണ്ട കുറച്ച് വാനരന്മാരെയും ഈ ചിത്രത്തിൽ പകർത്തിയിട്ടുണ്ട്. പാല് പോലെ ഒഴുകുന്ന നല്ല ഭംഗിയുള്ളൊരു വാട്ടർഫാൾസാണിത്. അവിടെ ഞങ്ങൾ കുറച്ച് സമയം മാത്രമാണ് ചിലവഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് നേരെ പരുന്തൻ പാറയിലേക്കാണ്. പച്ച പൊതിച്ച് കിടക്കുന്ന മലകളും അതിനെ മുട്ടിയുരുമ്മി കിടക്കുന്ന നീലാകാശവും ചേർന്ന് നല്ലൊരു മനോഹരമായൊരു സ്ഥലമാണ് പ്രകൃതി നമുക്കായി ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്നെപ്പോലെ ഫോട്ടോ പ്രേമികൾക്ക് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. പരുന്തൻ പാറ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് താമസിക്കാനുള്ള ഇടത്താണ്. ടെൻറ്റ് മോഡൽ 2 ഡ്രീം ഹൗസുകളിലായിട്ടാണ് ഞങ്ങൾ ഫാമിലീസ് താമസിച്ചിരുന്നത്. ഇവിടെ ഒരു ദിവസത്തേക്ക് 2000 രൂപയാണ് റെൻറ്റ് വരുന്നത്. ഫുഡിന് സെപ്പറേറ്റ് ചാർജാണ് വരുന്നത്. കുഞ്ഞുങ്ങൾക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ അവരത് എൻജോയ് ചെയ്തു കേട്ടോ. ഫുഡ് കഴിക്കാനായി വെറൈറ്റി ഫുഡുള്ളൊരു റെസ്റ്റോറൻറ്റ് ഇവിടെ അടുത്ത് തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. പിറ്റേ ദിവസത്തെ കാഴ്ചകൾ കാണാനായി ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് റെഡിയായിട്ടും ലേറ്റായി ഉറക്കം ആസ്വദിച്ചൊക്കെ എണീറ്റ് വരുന്നത് നമ്മുടെ കുഞ്ഞിക്കല്ലുവാണേ. അവിടെ നിന്നും ഫുഡൊക്കെ കഴിച്ച് ഡ്രീം ഹൗസിനോട് യാത്ര പറഞ്ഞ് ഇനി പോകുന്നത് അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. അഡ്വഞ്ചർ പാർക്കിലേക്ക് പോകുമ്പോഴും റോഡിനിരുവശത്ത് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടാണ് ഞങ്ങൾ പോയത്. മലനിരകളും തേയിലത്തോട്ടങ്ങളും ഒക്കെ ആയിട്ട് എന്ത് നല്ല ഭംഗിയുള്ള സ്ഥലമാണിത്. ഫീസ് എടുത്ത് ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിനകത്തേക്ക് കയറി. ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് സൈക്കിൾ റൈഡിംഗ് ആണ്. പിന്നുള്ളത് പാരാഗ്ലൈഡിംഗ് ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്. ഇതിനെല്ലാം സെപ്പറേറ്റ് ഫീസാണ് വരുന്നത്. കുഞ്ഞുങ്ങളായിട്ട് പോയ കാരണം ഞങ്ങൾക്ക് ഇതിലൊന്നും കയറാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ഇതിനകത്ത് കയറിയിട്ട് നേരെ പോയത് ഗ്ലാസ് ബ്രിഡ്ജിനെ ഉന്നം വെച്ചിട്ടായിരുന്നു. ബട്ട് നിർഭാഗ്യവശാൽ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഗ്ലാസ് ബ്രിഡ്ജ് ഇപ്പോൾ ഓപ്പണിംഗ് അല്ലായിരുന്നു. പിന്നെ എന്ത് ചെയ്യാം, ഗ്ലാസ് ബ്രിഡ്ജ് ദൂരെ നിന്ന് കണ്ട് തൃപ്തി അടങ്ങി ഞങ്ങൾ പോരുന്നു. പിന്നെ ആകെയുള്ളൊരാശ്വാസം ഇതുപോലെ ഫോട്ടോസ് എടുക്കാൻ കുറച്ച് സ്ഥലങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇവിടെ വന്ന് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് പൈൻ വാലിയിലേക്കാണ്. പൈൻ വാലിയിലേക്ക് പോകുന്ന വഴിയിൽ കുറച്ച് അധികം കടകളൊക്കെ ഉണ്ട്. പിന്നെ ഈ പൈൻ മരങ്ങൾക്കിടയിൽ നിന്നെടുക്കുന്ന മനോഹരമായ ചിത്രങ്ങൾ ഫ്രെയിമിലാക്കി അവർ നമുക്ക് തരുന്നുണ്ട്. ഏകദേശം 300 രൂപ മുതലാണ് അതിന് ചാർജ് വരുന്നത്. നമുക്ക് ഫാമിലിയായിട്ടും പ്രണയിക്കുന്നവർക്കൊക്കെ ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഈ പൈൻ വാലി. ഞങ്ങൾ കുറച്ചധികം സമയം തന്നെ അവിടെ ചിലവഴിച്ചു. പൈൻ മരങ്ങൾക്കിടയിൽ കുഞ്ഞുങ്ങൾക്ക് ആടാനും പാടാനും ഒക്കെ നിറയെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. കുറേയേറെ ചിത്രങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്നും പകർത്തിയെടുത്ത് കുറേയേറെ സമയം ഞങ്ങളവിടെ ചിലവഴിക്കുകയും ചെയ്തു. അങ്ങനെ 2 ദിവസത്തെ ഒരു ട്രിപ്പിന് ശേഷം തിരികെ വീട്ടിലേക്ക്.